ഹലോ, അപ്പൊ നമുക്കിത് നല്ല ചൂട് കഞ്ഞിയും നല്ല അടിപൊളി അസ്ത്രവും പ്ലാവില കൊണ്ട് കൂട്ടി കോരി കുടിച്ചാലോ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങള്: കാച്ചില് അസ്ത്രം ഉണ്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കാച്ചില് ഒരു 1.5 കപ്പ്. പിന്നെ ഓമയ്ക്ക ഇത് കാച്ചിലാണ്, ഇവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. പിന്നെ ഓമയ്ക്ക ഒരു 1/2 കപ്പ് 1/4 കപ്പ് മതിയാവും. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ അത്രയും മതിയാവും. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ഉപ്പും നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാനുള്ളതാണ്. തേങ്ങ ഒരു അത്യാവശ്യം വലിയൊരു മുറി തേങ്ങ ചെറുകിയ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം 1 ടീസ്പൂൺ, ഒരു 5 ചുവന്ന മുളക്, പിന്നെ ഒരു പുളി, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി. ഇത്രയും ആണ് ആവശ്യം. നമ്മൾ അവിയലിനെടുക്കത്തില്ല, അവിയലിനെടുക്കുന്ന പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളിത് കടുക് വറുത്ത് ചേർക്കും. ഇപ്പൊ കടുക് 1 ടീസ്പൂൺ കടുകും ഒരു 3 ചുവന്ന മുളകും അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയായിട്ട് നമ്മൾ കടുക് വറുക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ കാച്ചിലൊന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓമയ്ക്ക, അതായത് കപ്പളങ്ങ കൂടെ ചേർത്തത് കേട്ടോ. നമുക്ക് ചേമ്പ് കൊണ്ടും ഉണ്ടാക്കാം. അപ്പൊ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു വിഭവമാണ് കഞ്ഞി എന്ന് പറയുന്നത്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഈ അസ്ത്രം കൂടെ കൂട്ടിയാലുണ്ടല്ലോ, സൂപ്പറാണ്. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കുക. ഇതിപ്പോ അത്യാവശ്യം നല്ല വേവുള്ള കാച്ചിലാണ്. ഞാനൊരു 5-8 വിസിലടിപ്പിച്ചു കേട്ടോ. ആ സമയത്ത് നമുക്ക് തേങ്ങ അരയ്ക്കാം. നമ്മൾ അവിയൽ അരയ്ക്കുന്നേക്കാൾ കുറച്ചുകൂടെ അരയണം. പക്ഷെ എന്താ പറയാ, പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കണമെങ്കിൽ അങ്ങ് ഒരുപാട് അങ്ങ് അരയാൻ വേണ്ട. അപ്പൊ ഞാനതിലേക്ക് തേങ്ങ, പുളി, ചുവന്ന മുളക്, ജീരകം കൂടെ ഇട്ട് നമ്മളത് നന്നായിട്ട് അരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ വെള്ളം കൂടെ ചേർത്തിട്ട് പിന്നെ അരയ്ക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിയലിൽ നമ്മൾ അരയ്ക്കില്ലേ, അവിയലിൽ അരയ്ക്കുന്നതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മള് അതുപോലെ തന്നെ അരയ്ക്കുക. എന്നിട്ട് കുറച്ചുകൂടെ അധികം ഇത് അരയണം. അതായത് പുളിശ്ശേരിയുടെ അത്രയും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പഞ്ഞി പോലെ അരയാൻ വേണ്ട. അപ്പൊ ഇതെല്ലാം ഒന്ന് കറക്കിയെടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുകയാണ്. അപ്പൊ ഇതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതൊന്ന് നോക്കിയേ, ഇതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് കാച്ചില് വെന്ത് കഴിഞ്ഞു കേട്ടോ. ഒരു 8 വിസിലോളം കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാം. കാച്ചിലും ചേമ്പും ഒക്കെ ഇടാറുണ്ട്. ഞാനിവിടെ ഇപ്പം അറിയാമല്ലോ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടായ കാച്ചില് ഉമ്മയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിയ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അസ്ത്രമാണിത്. നമ്മൾ ആ തേങ്ങ അരച്ച് ഇതിലേക്ക് ചേർക്കുക. ഇനി നന്നായിട്ട് തിളയ്ക്കണം. ഒരു 5-10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ വേണം. അതെല്ലാം ഒന്ന് പിടിക്കണമല്ലോ, ഈ കഷ്ണങ്ങൾ, ഈ തേങ്ങ എല്ലാം ഒന്ന് പിടിക്കണമല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കഞ്ഞിയും അസ്ത്രവും നല്ല ചുട്ടരച്ച ചമ്മന്തിയും ഒരു ഉണങ്ങിയ നാരങ്ങയോ മാങ്ങയോ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ കഞ്ഞി ഒരിക്കലും ഇഷ്ടമല്ല എന്നാരും പറയത്തില്ല. ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി കറിവേപ്പില ഇടാൻ പോവാണ്. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടാൽ നല്ല സ്വാദായിരിക്കും. എന്നിട്ടിത് നമുക്ക് കുറച്ചു നേരം
ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം അത് ഓഫ് ചെയ്ത ശേഷം വേണം കടുക് വറുത്തിടാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓഫ് ചെയ്തിട്ട് മാത്രമേ കടുക് വറുത്തിടാൻ പാടുള്ളൂ. അപ്പൊ ഇതേ ഞാനിവിടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്, അസ്ത്രം റെഡി ആയിട്ടുണ്ട്, ഒരു ചുട്ടരച്ച ചമ്മന്തിയും ഒരു 2-3 ഉണങ്ങിയ മാങ്ങയും എടുത്തിട്ടുണ്ട്. നല്ല പ്ലാവില കൂട്ടി കഞ്ഞി കുടിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ബൈ.